അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഓരോ ദിവസവും നമുക്ക് ചെയ്യുവാനുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനും വലിയ വലിയ പ്രതിഫലങ്ങൾ ഖിയാമത്ത് നാളിൽ നേടുവാനും നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മഹിതമായ ഒരു പുണ്യകർമ്മമാണ് അദ്കാറുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അതിലൊരു നിയന്ത്രണങ്ങളോ അതിരുകളോ ഇല്ലാത്ത എത്ര നമുക്ക് ദിക്റുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ, അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുവാനും ചിന്തിക്കുവാനും അവൻ്റെ നാമങ്ങൾ പഠിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുമോ, അതെത്രത്തോളം അധികരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ കൂട്ടാനാണ് അള്ളാഹു പറയുന്നത്. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമൊക്കെ അവനെ തസ്ബീഹ് ചെയ്യുകയും പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ പ്രായോഗികമായി അതിൻ്റെ മാതൃക നമ്മളെ പഠിപ്പിച്ചു. ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള അദ്കാറുകളുണ്ട്, ദുആകളുണ്ട്, എല്ലാമുണ്ട്. ആ കൂട്ടത്തിൽ 100 തവണ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള ഏതാനും അദ്കാറുകളെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധിപ്പെടുത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്നുള്ള ദിക്ർ ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ അവനേക്കാൾ ശ്രേഷ്ഠമായ പുണ്യം കൊണ്ടുവരുന്ന മറ്റാരും ഉണ്ടാകില്ല എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവൻ ചൊല്ലിയ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമോ ചൊല്ലിയവനല്ലാതെ. അഥവാ ഇത് 100 തവണയും അതിനപ്പുറം എത്രമേൽ നമുക്ക് അധികരിപ്പിക്കുവാൻ കഴിയുമോ അത്രമേൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഓരോ ദിവസവും എത്ര കണ്ട് ചൊല്ലാൻ പറ്റുമെന്നോ അത്ര കണ്ട് ചൊല്ലാവുന്ന ഒരു ദിക്റാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞത്, അത് ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ, ചെറുപാപങ്ങൾ കടലിലെ നുരയും പതയും എത്രത്തോളം ഉണ്ടാകും അത്രത്തോളം ഉണ്ടെങ്കിൽ പോലും അത് പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ നിർദ്ദേശിച്ച മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവൻ യാതൊരു നിരക്കുള്ള പങ്കുകാരുമില്ല, ആധിപത്യവും സ്തുതിയും അവനാകുന്നു, അവൻ സർവ്വകാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്നുള്ള ഈ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലയെ തൗഹീദിനെ ശക്തിപ്പെടുത്തുന്ന ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയാൽ 10 അടിമകളെ സ്വതന്ത്രനാക്കിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. അവൻ 100 നന്മകൾ രേഖപ്പെടുത്തും, 100 തിന്മകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മായ്ക്കപ്പെടും. അന്ന് വൈകുന്നേരം വരെ പിശാചിൽ നിന്നുള്ള സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടക്കാനുള്ള അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, അള്ളാഹു ഞാൻ നിന്നിലേക്ക് പാപമോചനം തേടുന്നു, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു എന്നുള്ള പാപമോചന പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിനേന 100 തവണ അധികരിപ്പിച്ച അദ്കാറുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നിത്യജീവിതത്തിൽ മരണം വരെ ഇത്തരത്തിലുള്ള ദിക്റുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് എപ്പോഴും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന നല്ലവരിൽ, സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.